എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവുമെല്ലാം ചരിത്രപ്രധാനമായ സംഭവങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ 2000 കൊല്ലം കഴിഞ്ഞിട്ടും അതിന് പ്രസക്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്കെല്ലാം അത് രക്ഷയുടെ കാരണമായിത്തീരുന്നു. ഇന്നത്തെ മനുഷ്യന് മാത്രമല്ല, എന്നത്തെയും മനുഷ്യന് രക്ഷയ്ക്ക് കാരണമായിത്തീരുന്നത് ഈ മഹാസംഭവങ്ങളാണ്. ഈ സംഭവങ്ങളിലൂടെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. എന്താണ് ആ സന്ദേശം? ദൈവം മനുഷ്യൻ്റെ പക്ഷത്തുണ്ട്. എത്ര അതിക്രമം ചെയ്താലും മനുഷ്യനെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല സത്യദൈവം. മനുഷ്യനെ നീതീകരിക്കുകയും കുരിശിത്തറച്ചവരെ നോക്കിക്കൊണ്ട് ഇവർ ചെയ്തതെന്തെന്ന് ഇവരറിയുന്നില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് മനുഷ്യനെ കുറ്റമുക്തനാക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് സത്യദൈവമെന്ന് ഈ സംഭവങ്ങൾ മനുഷ്യനെ വിശ്വസിപ്പിക്കുന്നു. ഈ വിശ്വാസമാണ് രക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ പാപം ക്ഷമിച്ച് എനിക്ക് കടങ്ങൾ ഇളച്ചു തന്നു, എനിക്കൊരു ശിക്ഷാവിധിയില്ല, എൻ്റെ ദൈവം എന്നെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന ഉറപ്പുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് നിദാനമായത് ഈ അറിവാണ്. ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ഞാൻ ഈയിടെ എഴുതിയ ഒരു ഗാനവുമായി ബന്ധപ്പെട്ട ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ്. ചില ഗാനങ്ങൾക്ക് വിശദീകരണം ആവശ്യമുണ്ട്, എങ്കിലേ അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉടനെ പുറത്തിറങ്ങുന്ന ആ ഗാനം കേൾവിക്കാർക്ക് ആസ്വാദ്യമാകാൻ വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നടത്തുകയാണ്. ആ ഗാനം തുടങ്ങുന്നത് എങ്ങനെയാണ്? നീസാൻ മാസ നിലാവിൽ അലിഞ്ഞു ഗത്സേമനിയിലെ ചോരപ്പൂവുകൾ. ഇതാണ് പല്ലവിയിലെ ഇരടി. തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്: നീ അതിൻ സാക്ഷി പൗർണമി കന്യകെ, പാടുക ഇന്ന കണ്ണീരോർമ്മകൾ. ഈ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം. പീഡാനുഭവ ചിന്ത ഉണർത്തുന്ന ഒരു ഗാനം വേണമെന്ന് സംഗീത സംവിധായകനായ ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS എന്നോട് പറഞ്ഞു. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് കടക്കുന്ന സമയത്ത് പൂർണ്ണചന്ദ്രനെ ഒരു ദിവസം കണ്ടു. പൂർണ്ണചന്ദ്രനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഈശോ ഗെത്സമനിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രക്തം ഉയർത്ത സംഭവത്തിന് ഈ പൗർണമി സാക്ഷിയാണല്ലോ. കാരണം ഹെബ്രായ കലണ്ടർ അനുസരിച്ച് നീസാൻ മാസത്തിലെ പൗർണമി രാവിലാണ് ഈശോ ഗത്സമൻ തോട്ടത്തിലിരുന്ന് രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അന്ന് ഈശോയുടെ രക്തം ഉയർത്ത ആ രംഗം കണ്ട അതേ പൗർണമി തന്നെയാണ് ഇന്നും ആകാശത്തുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ച് നടക്കുമ്പോൾ ഞാൻ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വരികൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആ വരികൾ ഇങ്ങനെയായിരുന്നു: നീസാൻ മാസ നിലാവിൽ അലിഞ്ഞു ഗത്സേമനിയിലെ ചോരപ്പൂവുകൾ. ഗത്സേമനിയിലെ ചോരപ്പൂവുകൾ എന്ന് പറയുമ്പോൾ അന്ന് ആ നിലാവുള്ള രാത്രിയിൽ ഈശോ രക്തം ഉയർത്തത്, ഈശോയുടെ ശരീരത്തിൽ രക്തപ്പൂവുകൾ വിരിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്: നീസാൻ മാസ നിലാവിൽ അലിഞ്ഞു ഗത്സേമനിയിലെ ചോരപ്പൂവുകളെന്ന്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന ഒരു പ്രയോഗം ഞാൻ അപ്പോഴോർത്തു. കാരണം ചന്ദ്രകാന്തത്തിന് ചന്ദ്രികയിൽ അലിയാമെങ്കിൽ ചോരപ്പൂവുകൾക്ക് ചന്ദ്രികയിൽ അലിയാം. അപ്പോൾ ചന്ദ്രികയിൽ നിലാവെളിച്ചത്തിൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി വന്ന
ആ രക്തം പൂ പോലെ യേശുവിൻ്റെ ശരീരത്തിൽ പൊടിഞ്ഞ് ഒഴുകി വന്ന രക്തം ആ നിലാവിൽ അലിഞ്ഞു. ഈ സംഭവം നോക്കി നിൽക്കുന്ന ഒരു സാക്ഷിയാണ് പൗർണമി ചന്ദ്രൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇതിൻ സാക്ഷി പൗർണമി കന്യകയെ. പൗർണമിയെ ഒരു കന്യകയായി സങ്കല്പിക്കുകയാണ്. നീ അതിൻ സാക്ഷി പൗർണമി കന്യകയെ, പാടുക ഇന്ന് ആ കണ്ണീരോർമ്മകൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ നേരിൽ കണ്ട കാര്യങ്ങൾ ഇന്ന് ഒന്ന് ഓർത്ത് പറയാമോ എന്നാണ് കാവ്യഭാഷയിൽ ചോദിക്കുന്നത്. അപ്പോൾ നീസാൻ മാസ നിലാവിലലിഞ്ഞു ഗത്സേമനിയിലെ ചോരപ്പൂവുകൾ, നീ അതിൻ സാക്ഷി പൗർണമി കന്യകെ, പാടുക ഇന്ന കണ്ണീരോർമ്മകൾ. ഇതാണ് ഗാനത്തിൻ്റെ പല്ലവി. തുടർന്ന് ചന്ദ്രിക കണ്ട ദൃശ്യങ്ങളെക്കുറിച്ചാണ് അനുപല്ലവിയിലും ചരണത്തിലും പിന്നീട് പ്രതിപാദിക്കുന്നത്. എന്താണത്? ആദ്യം കണ്ട ആ കാഴ്ച ഇതായിരുന്നു. കല്ലേറു ദൂരം മാറിയിരുന്നു മുട്ടിലിഴഞ്ഞവൻ കേണു, നീക്കിത്തരേണമേ കയ്പിൻ്റെ ഈ കാസ, തിരുഹിതം നിറവേറുമെങ്കിൽ. അതെ, നിന്റെ ഹിതമാണ് നിറവേറേണ്ടത്. നിന്റെ ഹിതം നിറവേറുമെങ്കിൽ മാത്രം മാറ്റിത്തരിക, അല്ലെങ്കിൽ ഈ കാസ കുടിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അതാണ് ഈശോ പ്രാർത്ഥിച്ചത്. അടുത്തതായി പൗർണമി കണ്ട കാഴ്ച ചരണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒറ്റിക്കൊടുത്തും തള്ളിപ്പറഞ്ഞും ശിഷ്യരുപേക്ഷിച്ചു പോയി. ഒറ്റിക്കൊടുത്തും തള്ളിപ്പറഞ്ഞും ശിഷ്യരുപേക്ഷിച്ചു പോയി. മുൾമുടി ചൂടിച്ചു താരിളം മേനയിൽ ചെന്നിണച്ചാലുകൾ കീറി. ദയനീയമായൊരു കാഴ്ച. പിന്നെയും ചന്ദ്രൻ ആ രാത്രി കണ്ടൊരു കാഴ്ചയുണ്ട്. ഏവർക്കും ആശ്വാസം നൽകുന്ന, സാന്ത്വനം നൽകുന്ന, രക്ഷ നൽകുന്ന ഒരു കാഴ്ച. എന്താണത്? അതാണ് അനുചരണത്തിൽ പറയുന്നത്. കുറ്റമൊന്നാരിലും ആരോപിക്കാതെ പരിഭവമില്ലാതെ നിന്നു, സർവർക്കുമായി കുരിശിൽ നൽകുവാൻ നാഥൻ മുഖം താഴ്ത്തി നിന്നു. മുഖം താഴ്ത്തി നിന്നു എന്ന് പറഞ്ഞാൽ ഒരു പരാതിയും പരിഭവമില്ലാതെ എളിമയോടെ താഴ്മയോടെ എല്ലാത്തിനും തയ്യാറായി നിന്നു എന്നാണ് അർത്ഥം. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന ചെമ്മരിയാട്ടിൻകുട്ടിയെ പോലെയായിരുന്നു അവൻ. അവൻ്റെ അധരത്തിൽ ഒരു പരാതിയും പരിഭവം ഉണ്ടായിരുന്നില്ല. എല്ലാം നിശബ്ദം സഹിച്ചുകൊണ്ട്, ആരെയും കുറ്റപ്പെടുത്താതെ അവൻ നിന്നു. ഇതാണ് ആ രാത്രിയിൽ പൗർണമി കണ്ട കാഴ്ചകൾ. ഇത് അതിമനോഹരമായി സംഗീതം ചെയ്യപ്പെട്ടു. സുദീപ് കുമാർ എന്ന അനുഗ്രഹീത ഗായകനാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നു. കാൻഡിൽ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ബാനറിൽ ജോസഫ് കാച്ചപ്പള്ളിയാണ് ഇതിൻ്റെ നിർമ്മാതാവ്. ഈ ഗാനം അധികം വൈകാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യൂട്യൂബിൽ റിലീസാകും. ഈ ഗാനം കേൾക്കുന്നവർ സ്പർശിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. ആമേൻ.